ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ DIY കോൾഗേറ്റ് ബോക്സ് ഓർഗനൈസർ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ കോൾഗേറ്റ് ബോക്സ് ഉണ്ടാവും ഉറപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് 2 എണ്ണം എടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ വീട്ടിൽ കാണുന്ന പോലെ അതിൻ്റെ ഒരു സൈഡ് മുറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ 2 പെട്ടിൻ്റെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ടേപ്പ് വെച്ചിട്ട് 2 ഒന്ന് മടക്കി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ഒട്ടിച്ചെടുക്കുക. ആദ്യം മടക്കുക, എന്നിട്ട് അതിനെ ടാപ്പ് ആ മടക്കി എടുത്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്തെടുത്താൽ ഒട്ടും. അങ്ങനെ 2 സൈഡും ആക്കി കൊടുക്കുക. അങ്ങനെ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ബ്ലൂ പെയിൻറ്റ് അടിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് കളർ പേപ്പർ വെച്ചിട്ട് ഒട്ടിക്കുക എന്തെങ്കിലും ചെയ്യാം. ഞാൻ ബ്ലൂ പെയിൻറ്റ് അടിച്ചെടുക്കുന്നുണ്ട്. 2 കോട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഒരു ബേസ് കോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ 2ാമത്തെ കോട്ട് അടിക്കുകയാണ്. ഇത് ഉണങ്ങാൻ വെക്കാം. അപ്പോൾ ഇതൊക്കെ ഞാനൊരു A4 എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ഈ ബോക്സിന് പറ്റുമ്പോൾ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വളഞ്ഞ് ഒന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ 2 ഞാൻ വളഞ്ഞൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത് ഡോംസിൻ്റെ ബ്രഷ് പെന്ന് ബ്ലൂ കളർ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ച് ഞാൻ ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്കെച്ചോ പെന്നോ എന്ത് വെച്ച് വേണമെങ്കിലും വരയ്ക്കാം. ഞാനിത് എടുത്തു എന്നുള്ളൂ. അപ്പോൾ ഞാൻ 2 വരച്ചെടുക്കുന്നുണ്ട്. ഇനി അത് സാധാ ഗം വെച്ച് ഞാൻ നിന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിൽ ഇനി ബാക്കി വന്ന ഭാഗമുണ്ട്, അതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. ഇനി എന്തോ ചെയ്തപ്പോൾ ബാക്കിയില്ല കുറച്ച് പേപ്പർ റോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 4 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഒരേ ലെവലിൽ കട്ട് ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വീട്ടിൽ കാണുന്ന പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സാധനം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ചിലവർക്ക്. ഇനി നോർമൽ ഗ്ലൂ വെച്ചിട്ട് ഞാൻ ആദ്യം പശ തേച്ചിട്ടുണ്ട്. ഇനി ടാപ്പ് വെച്ചിട്ട് ഞാനൊന്ന് സെക്യൂർ ചെയ്യാം കേട്ടോ. ടാപ്പ് അതിൻ്റെ അവിടെ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് 1ാമത്തെ ഒട്ടിച്ചിട്ടുണ്ട്. 2ാമത്തെ ഇതുപോലെ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഏത് വശങ്ങളിലും ഒട്ടിക്കാം കേട്ടോ. ഞാൻ എൻ്റെ അത് എടുത്തു എന്നുള്ളൂ. കാരണം വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും എനിക്ക് വിശ്വാസം ഉണ്ടായില്ല. ടാപ്പ് മടി വെച്ചപ്പോൾ ഒട്ടി കിട്ടി. ഇനി ഇങ്ങനെയാണ് ഒട്ടിച്ചിട്ടുണ്ട്. 2ാമത്തത് മേലെ ടാപ്പ് വെച്ച് നേരത്തെ കാട്ടിയപ്പോൾ തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ടാപ്പ് വെച്ച് ഞാൻ ഇങ്ങനെ തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ 2 സൈഡും ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൈഡ് ഒട്ടിയിട്ടുണ്ട്. ഇനി 2ാമത്തെ സൈഡ് ഒട്ടി കാണിച്ചു തരാം. അങ്ങനെ 2ാമത്തെ സൈഡ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി തന്നെ ആ സ്ട്രോ റോള് ഒന്ന് മുറിച്ചെടുക്കാം. അത്യാവശ്യം കട്ടുണ്ട് കേട്ടോ. ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിൽ കുറച്ച് ക്യൂട്ടാക്കാൻ വേണ്ടി കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. 4 സ്റ്റിക്കറായി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഒട്ടിച്ചെടുത്താൽ കേട്ടോ. അപ്പോൾ സാധനം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു ഓർഗനൈസറാണ്. വലിയ വെയിറ്റിൽ സാധനങ്ങളൊന്നും ഇട്ടേക്കാമല്ല, ഒരു പാകത്തെ വെയിറ്റിൽ ഇട്ട് വെക്കാം. അപ്പോൾ 4 സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കുകയാണ്. അങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത് സ്റ്റാമ്പ് ഉണ്ട്, പിന്നെ ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ സ്റ്റാമ്പ് ഞാൻ അടിയിൽ വെച്ചിട്ടുണ്ട്. മേലെ ആ ചെറിയൊരു ഡോൾ പോലെ സാധനം വെച്ചിട്ടുണ്ട്. അടിയിൽ ഞാൻ വേറൊരു പശയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരും. അതുവരെയും ബൈ ബൈ.